നേതാവ് അറസ്റ്റിൽ. ഡിവൈഎഫ്ഐ ബ്ലോക്ക് അംഗം ജിതിൻ ഭാസ്കരനാണ് അറസ്റ്റിലായത്. വടകര സ്കോട്ട് ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ജിതിൻ. SIT പുനരന്വേഷണത്തിലെ ആദ്യ അറസ്റ്റാണ് ജിതിന്റേത്. ആകാശ് തടത്തിൽ വിവരങ്ങളുമായി ചേരുന്നു. ആകാശ്, എന്തായാലും ഈ സർക്കാർ അധികാരമേറ്റതിനു ശേഷമാണ് ഇതിൽ കാഫിർ സ്ക്രീൻഷോട്ടിൽ ഒരു പുനരന്വേഷണം നടത്താൻ ഒരുങ്ങിയത്. അതിലിപ്പോൾ ആദ്യ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് പോലീസിന്റെ നീക്കങ്ങൾ? നിർണായകമായ അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഡിവൈഎഫ്ഐ അംഗവും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായിട്ടുള്ള ജിതിൻ ഭാസ്കറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജിതിൻ ഭാസ്കറിനെ മൊഴി നൽകുന്നതിനായി സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ഈ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് വടകര സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് ആദ്യമായി കാണുന്നത്. അതിന്റെ അഡ്മിനാണ് ജിതിൻ ഭാസ്കർ. അതിനാൽ തന്നെ ജിതിനെ വിളിപ്പിക്കുകയും ജിതിന്റെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സ്ക്രീൻഷോട്ട് ലഭിച്ചത് എവിടെ നിന്നാണ്, ഇതിന്റെ ഉറവിടം എവിടെ എന്നുള്ള കാര്യത്തിൽ നിലവിൽ വ്യക്തത ഇല്ലായിരുന്നു. ജിതിൻ ഉൾപ്പെടെ നൽകിയ മൊഴിയിൽ പറയുന്നത് ഈ സ്ക്രീൻഷോട്ടിന് താനല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, തനിക്ക് ഈ സ്ക്രീൻഷോട്ട് ലഭിച്ചതാണ്, അതാണ് ഈ ഗ്രൂപ്പുകളിൽ ഫോർവേഡ് ചെയ്തിട്ടുള്ളത് എന്നാണ്. അതിനാൽ തന്നെ കൂടുതൽ ഗ്രൂപ്പ് അഡ്മിന്മാരെയും കൂടാതെ ഇടത് സൈബർ ഹാൻഡിലുകളായ അഡ്മിന്മാരെയും എല്ലാം ചോദ്യം ചെയ്യുന്ന ഭാഗമാക്കി പ്രത്യേക അന്വേഷണ സംഘം വിളിപ്പിക്കുകയും അവരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് SIT സംഘം നിർണായകമായ ഒരു നീക്കം നടത്തിയിട്ടുള്ളത്. ജിതിൻ ഭാസ്കറിന്റെ അറസ്റ്റ് നിലവിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് ഈ സ്ക്രീൻഷോട്ട് ആരാണ് നിർമ്മിച്ചത്, ഏത് ഫോണിൽ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് എന്നുൾപ്പെടെ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. കൂടാതെ തന്നെ ജിതിൻ ഭാസ്കറിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇതിന്റെ കൂടെ വിവരങ്ങൾ, ഫലങ്ങൾ കൂടി ലഭിച്ചാൽ മാത്രമേ കൂടുതൽ ജിതിനാണോ ഈ കൃത്യം ചെയ്തിരിക്കുന്നത്, ജിതിനിലെ ഫോണിൽ നിന്നാണോ ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൽ അല്ലെങ്കിൽ ഇതിൽ വേറെ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ, ആസൂത്രിതമായ ഒരു നീക്കമായിരുന്നോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. കൂടാതെ തന്നെ നമുക്കറിയാം, ഈ വടകര സ്ക്വാഡുമായി ബന്ധപ്പെട്ട് വടകര സ്ക്വാഡ് പ്രാദേശികമായി തെരഞ്ഞെടുപ്പിന്റെ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച ഒരു ഗ്രൂപ്പാണെന്നാണ് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ ജില്ലാ അംഗങ്ങൾ ഉൾപ്പെടെ വിശദമാക്കിയിരുന്നത്. അത് ഇലക്ഷൻ സമയത്തിന് പ്രചാരണത്തിന് വേണ്ടി മാത്രമായി ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് വടകര സ്ക്വാഡ്. എന്നാൽ ഈ ഗ്രൂപ്പിലാണ് ആദ്യമായിട്ട് ഈ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത്. എവിടെ നിന്നാണ്, ഏത് ഉറവിടമാണ് ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ SIT സംഘം അന്വേഷിക്കുന്നതിനിടയിലാണ് ജിതിൻ ഭാസ്കറിന്റെ അറസ്റ്റും. കൂടാതെ തന്നെ ജിതിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധന നടത്താനായി പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുമുണ്ട്. അതിന്റെ ഫലവും ഇനി വരാനുണ്ട്. എന്നാൽ കൂടി ഈ ഒരു സ്ക്രീൻഷോട്ടുമായി ശരി ആകാശ്, എന്തായാലും കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ SIT പുനരന്വേഷണം നടത്തുകയും അതിൽ ആദ്യത്തെ അറസ്റ്റ്, നിർണായകമായിട്ടുള്ള അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു.